ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങി 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ ഈ ഒരു ദിവസവും മികച്ച രീതിയിൽ തന്നെ സിനിമ കയറും. ഒരു പക്ഷേ 2.5 കോടിയോളം കളക്ഷൻ കേരളത്തിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിനമാണ്. ശനിയാഴ്ചത്തെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്നും ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്തു തരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശനിയാഴ്ച ലാസ്റ്റ് ലാപ്പിൽ ഓടുന്ന സിനിമ 866ഓളം ഷോകളിൽ നിന്ന് 73,000-ഓളം ജനങ്ങൾ കാണുകയും 27% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 1,21,00,000 രൂപയോളമാണ്. അതായത് വെള്ളിയാഴ്ചത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 18 ലക്ഷം രൂപയുടെ വർധനവാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു ആവറേജ് എബോ ആവറേജ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സിനിമ, വളരെ കുറഞ്ഞ തിയേറ്ററുകളിൽ ഇറങ്ങിയ സിനിമ ഇന്ന് ഷോ കൗണ്ടുകളും കൂട്ടി വന്നിരിക്കുന്നു. വെള്ളിയാഴ്ച സിനിമ നേടിയിരുന്നത് 1,30,00,000 രൂപയോളമായിരുന്നു കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ. അതായത് അതും പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ശനിയാഴ്ചത്തെ കളക്ഷൻ 1,65,00,000-ഓളം എത്തും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് തന്നെ സിനിമ കേരളത്തിൽ നിന്ന് 5 കോടിയിലേക്ക് എത്തുകയാണ്. ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് 4 കോടി നേടിയ സിനിമ 2-ാം ദിവസം കൊണ്ട് 7.5 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണെങ്കിലും 3-ാം ദിവസം കൊണ്ട് സിനിമ 11.5 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴും ലോ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ അടുത്ത ആഴ്ചത്തോടു കൂടി പ്രോഫിറ്റബിൾ ആകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. നമുക്കറിയാം, വളരെ കുറഞ്ഞ ഷോ കൗണ്ടുകളും തിയേറ്ററുകളും തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 225ഓളം തിയേറ്ററുകളിൽ മാത്രം 1000-നടുത്തുള്ള അല്ലെങ്കിൽ 1000-ഓളം ഷോകളാണ് നടക്കുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിലും GCC രാജ്യങ്ങളിലുമൊക്കെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും അതേപോലെയുള്ള കളക്ഷനും വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതും. അതേപോലെ തന്നെ സിനിമയ്ക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലും മികച്ച ബുക്കിങ്ങും കാണാൻ കഴിയുന്നു. സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ചെന്നൈ നഗരത്തിൽ നിന്ന് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഒട്ടുമിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ളതാണ്. ഇന്ന് അഡ്വാൻസ് നമുക്ക് കളക്ഷൻ അല്ലെങ്കിൽ സെയിലുകൾ നോക്കുമ്പോൾ മിക്ക സ്ഥലത്തും ഓറഞ്ച് മയം തന്നെയാണ് സിനിമയ്ക്ക്. അതെ, മികച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ തെലുങ്കിലും സിനിമയ്ക്ക് കളക്ഷൻ വരുന്നത്. ബാംഗ്ലൂർ നഗരവും സിനിമയുടെ ഏറ്റവും വശ്യമായ ഒരു സ്ഥലമായി മാറുകയാണ്. ബാംഗ്ലൂരിൽ അഡ്വാൻസ് സെയിലിലൂടെ മികച്ച രീതിയിലുള്ള ഓറഞ്ച് അലേർട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു കുഞ്ഞൻ സിനിമ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശമായി മാറിയിരിക്കുകയാണ്. കാരണം ഇതൊരു സിമ്പിളായിട്ടുള്ള സിനിമ. മമ്മൂട്ടി എന്ന നടൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇന്ന് ചർച്ചാ വിഷയമാകുന്ന ഈ ഒരു സിനിമ. അടിപതറാതെ ചുവട് വെച്ച് മുന്നോട്ട് ഡൊമിനിക് കൂടിക്കൊണ്ടിരിക്കുന്നു കളക്ഷനിലൂടെ. അതെ, അങ്ങനെ സിനിമ 15 കോടിയിലേക്ക് ഈ വരുന്ന ഞായറാഴ്ചയോടുകൂടി തന്നെ, അതായത് ഇന്നോടുകൂടി തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഇന്നും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീഡിയോസായി ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.